പോലീസാണ് ഒന്നാം പ്രതി എന്നാണെന്ന് പ്രതിപക്ഷം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് അവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരിക്കുന്നു. കേവലം ഒരു SHOയുടെ പിഴവ്, SHOയ്ക്ക് മാത്രം പറ്റി പിഴവായിട്ടാണോ ഇതിനെ കാണേണ്ടത്? ഇതൊരു രീതിയാണ്. പരാതി പോയി പറഞ്ഞാൽ ആ പരാതി ആർക്കെതിരെയാണോ ഉന്നയിച്ചത് അയാളെ അവിടെ എത്തിക്കും. അയാൾ പറയുന്ന വാക്ക് കേട്ട് അയാളെ പറഞ്ഞു വിടുകയും ചെയ്യും. ആ നാടാകെ ഭീതിയിലായിരുന്നു. ഇയാൾ ഓരോ തവണയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അടുത്തത് നീയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ആ സ്ഥലത്ത് നടന്നിരുന്നത് എന്നാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത്. ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഇത്രയും കൊടും ക്രിമിനലായ ഒരാളെ അവിടെ വീണ്ടും അടുത്ത കൊലയ്ക്ക് കൂടി സഹായകമാകുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത പോലീസല്ലേ യഥാർത്ഥത്തിൽ? സ്മൃതി, അങ്ങേയറ്റം നിരാശയോട് കൂടിയാണ് നമ്മളൊക്കെ ഈ ചർച്ചയിലിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റിനെയും പോലീസിനെയും ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലായിട്ട് പോലും അരുൺകുമാറിനും ആ വേദന ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം സസ്പെൻഷൻ, ഇതാണ് നടപടി. നെന്മാറ CA സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പറഞ്ഞോളൂ സ്മൃതി. ആ കുട്ടികൾ പറഞ്ഞ അവസാനത്തെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ നിഷ്കളങ്കമായി അവർ പറഞ്ഞു. ആ പ്രതിയെ പിടിക്കപ്പെട്ടിട്ടില്ല. അവർ നിഷ്കളങ്കമായി പറയണം, അമ്മയും അച്ഛനെയും അച്ഛൻ്റെ അമ്മയും കൊന്നുകളഞ്ഞ് അവരെ തൂക്കിക്കൊല്ലണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന അവരുടെ വൈകാരികതയെ നമ്മൾ മനസ്സിലാക്കേണ്ടേ. അങ്ങനെ പറയാൻ ഈ രണ്ട് കുട്ടികൾക്ക് വന്ന അവസ്ഥയെ ആരുണ്ടാക്കിയതാണ്? ഈ അവസ്ഥ എങ്ങനെ രൂപപ്പെട്ടതാണ്? ഇപ്പോൾ അരുൺകുമാർ ഇവിടെ നേരത്തെ സംസാരത്തിലേക്ക് പറഞ്ഞു, ജാമ്യത്തിൻ്റെ സമയത്ത് പോലീസ് അതിശക്തമായി എതിർത്തു, ജാമ്യത്തിന് ഇളവ് ചോദിച്ച സമയത്തും അതിശക്തമായി എതിർത്തു. ശരി, ആ രണ്ട് സമയത്തും അതിശക്തമായി എതിർത്ത പോലീസിന് അറിയാലോ ഇയാളൊരു ക്രിമിനലാണെന്നും ഇയാൾ പുറത്തിറങ്ങിയാൽ ഇങ്ങനെ അക്രമം ഉണ്ടാകുമെന്നും അദ്ദേഹം ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ രണ്ട് റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പോൾ ബോധ്യമുള്ളൊരു പോലീസ്, ഈ പ്രതിയെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരു പോലീസ് ഈ പറയുന്ന നാട്ടുകാർ റിട്ടേൺ പെറ്റീഷൻ, ഒരു മാസ് പെറ്റീഷൻ നാട്ടുകാർ കൊടുത്തിട്ടും ഈ പറയുന്ന ഈ രണ്ട് മക്കളും അച്ഛനും ചെന്ന് പരാതി പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള കൂസലും ഇല്ലാതെ നിൽക്കുന്ന ഒരു പോലീസ്, ഒരു തരത്തിലും നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു പോലീസ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഇന്ന് നാട്ടുകാരുടെയൊക്കെ ഇൻ്റർവ്യൂ നിങ്ങളുടെ ചാനലിലൂടെ കാണുമായിരുന്നു. എല്ലാ നാട്ടുകാരും പറയാൻ ഇവൻ ഭയപ്പെടുത്തി നടക്കുകയായിരുന്നു, ഞങ്ങളൊക്കെ പേടിച്ച് നിൽക്കുകയാണ്, അയൽവാസികളൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. ഇത് കേരളത്തിലല്ലേ സ്മൃതി? ഒരു നാടൊന്നാകെ പേടിച്ച് നിൽക്കുന്ന ഒരു പ്രതിയെ അയാൾ ഒരു കുഴപ്പമില്ലാതെ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചില സമയത്ത് ആയുധം അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് ചില നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഒരു നാടിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു കൊലയാളിയായ ഒരാൾ അയാൾക്ക് നൽകിയിട്ടുള്ള ബെയിൽ കണ്ടീഷൻ തെറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 10 മീറ്റർ അപ്പുറത്ത് 5-6 ദിവസം താമസിച്ചിട്ടും ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്തില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ സിസ്റ്റത്തിന് എന്താണ് പറ്റിയത്? കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ തകരാർ എന്താണ് എന്ന് പരിശോധിക്കാൻ ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. നോക്കൂ, ക്രിമിനലുകൾക്ക് ഈ സിസ്റ്റത്തിന് മുമ്പിൽ ഒരു ഭയപ്പാടുമില്ലാതെ അവർക്ക് നടക്കാൻ വേണ്ടി കഴിയുന്നു. എന്നാൽ ഈ സിസ്റ്റം സംരക്ഷിക്കപ്പെടേണ്ട സാധാരണ പൗരന്മാർ, ആ പൗരന്മാർ ഈ സിസ്റ്റത്തിൽ പ്രതീക്ഷയില്ലാതെ നിരാശ കണ്ടുകൊണ്ട് നമ്മുടെ ചാനൽ മുറികൾക്കകത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയേണ്ട ഗതികേടുണ്ടാകുന്നു. ഒരു സിസ്റ്റം പരാജയപ്പെടുകയാണ്. അത് ഈ കേസിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുചിത്രം നിങ്ങൾ എടുക്ക്, പാമ്പിനെ കടിപ്പിച്ച് കൊല്ലുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു നിരന്തരമായി. കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത വിധം ക്രിമിനൽ ആക്ടിവിറ്റികൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു നാട് മുഴുവൻ ഇത്തരം ക്രിമിനലുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കേൾക്കുന്നു. 2025 നമ്മളുള്ളത്. 2024 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ ഞാനിന്നൊന്ന് പരിശോധിച്ചു. അതിൽ പറയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതക ശ്രമങ്ങൾ നടന്നത് ഈ 2024. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടന്നത് ഈ 2024. ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടന്നത് 2024. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഏറ്റവും കൂടുതൽ അക്രമം നടന്നത് ഈ 2024. എൻ്റെ കണക്കല്ല, കേരളത്തിലെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്. ഇതേ സമയത്ത് ക്രിമിനലുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല, പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ സംഭവമാണല്ലോ. നേരത്തെ ഋതു എന്ന വ്യക്തിയെ ഇപ്പോൾ പിടികൂടിയത് ഓർക്കുന്നുണ്ടല്ലോ. ഋതു എങ്ങനെയായിരുന്നു നാട്ടിലെ ആളുകളെ ഭയപ്പെടുത്തിയിരുന്നതെന്ന്. ഒരു വീട്ടിലുള്ളവരെ കുത്തിക്കൊന്ന പ്രതി ഋതു ഈ അടുത്താണല്ലോ പിടിയിലായത്. അപ്പോൾ അതൊരു തുടർച്ചയാണ്. പറവൂരിലാണ് ആ സംഭവം. അതിൻ്റെ അതേ രീതിയിലുള്ള സമാനമായ സംഭവമാണ്. കാരണം നാട്ടുകാരെ മുഴുവൻ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നടക്കുന്ന ഒരാൾ, അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇയാൾ ജയിലിൽ നന്നായി ജീവിച്ചു, അതായത് ഈ 5 വർഷം വിചാരണ തടവുകാലം നല്ല വ്യക്തിയായി അവിടെ ജീവിച്ചു എന്ന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇയാൾ പുറത്തിറങ്ങിയ ഉടനെ ഭീഷണി മുഴക്കുന്നു. ആ രൂപത്തിലൊരു സ്വഭാവ മാറ്റം ഉണ്ടാകില്ലല്ലോ. പുറത്തിറങ്ങിയ ഉടനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീർച്ചയായും അതാണ് ഞാൻ സ്മൃതി പറഞ്ഞത്. ഈ മെക്കാനിസത്തെ ഈ ക്രിമിനലുകൾ എങ്ങനെ കാണുന്നു? ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് പാകപ്പെടുന്ന ഒരു മനുഷ്യൻ ഈ മെക്കാനിസത്തെ ഭയപ്പെടുന്നില്ല, നമ്മുടെ സിസ്റ്റത്തെ ഭയപ്പെടുന്നില്ല.
അതെന്താണ് എന്ന് ഗവൺമെന്റ് അടിയന്തരമായി പരിശോധന നടത്തണം. നോക്കി, ഇങ്ങനെ അഴിഞ്ഞു ഈ പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ മുകളിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ ഒരാൾക്ക് ഒരു നാടിൽ മുഴുവൻ അടിഞ്ഞാടാൻ അവസരം നൽകുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നടക്കുന്നത് നമ്മൾ പരിശോധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ച ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ ഞാൻ പരിശോധിച്ചു സ്മൃതി. ഇന്ന് ഈ നാടിന്റെ ക്രമസമാധാനത്തെക്കുറിച്ച് അവർ പറയുന്നതെന്നറിയോ? ഹയസ്റ്റ് പെർ ക്യാപിറ്റൽ ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് പറയാൻ 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, അതിനിടെ 2ാം സ്ഥാനത്ത് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് പറയും, കൊച്ചു കേരളത്തെക്കുറിച്ച്. മഹാരാഷ്ട്രയോടും ബീഹാറിനോടും യുപിയുടെ ഒപ്പം പെർ ക്യാപിറ്റൽ ക്രൈം റേറ്റിൽ കേരളം 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ക്രിമിനലുകൾക്ക് അടിഞ്ഞാടാൻ കഴിയുന്ന ഈ മെഷീനറിക്ക്, സിസ്റ്റത്തിന്, ജനങ്ങളുടെ സ്വത്തിനും ജീവനും ബേസിക്കലി സംരക്ഷണം കൊടുക്കേണ്ട ഈ പോലീസ് സംവിധാനങ്ങൾ നിഷ്ക്രിയമാവുകയും ചെയ്യുന്നത് ഈ ഭരണാധികാരികൾ ഈ സിസ്റ്റത്തെ തകർത്തു കളഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ സിസ്റ്റത്തെ അഴിച്ചുപണി നടത്തണമെന്ന് വളരെ ഏറെ കാലമായി നമ്മൾ പറയുന്നതാണ്. നമ്മൾക്കറിയാം IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ പോരുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനകത്ത് എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിസ്റ്റം പൂർണ്ണമായി തകർന്നു പോവുകയും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തിലുള്ള ഭയമോ പ്രതീക്ഷയോ ഒന്നുമില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാകുന്നു. അത് ഒരുപറ്റം അനാഥകൾ സൃഷ്ടിക്കപ്പെടുന്നു, ഒരുപറ്റം പേരുടെ കണ്ണുനീരുകൾ ഉണ്ടാക്കുന്നു, ഒരുപറ്റം പേരുടെ ആർപ്പുവിളികൾക്ക് കാതോർക്കേണ്ട ഗതികേറുള്ളവരായി നമ്മളൊക്കെ മാറുകയാണ്. അത് എനിക്കും അരുൺകുമാറിനും സ്മൃതിക്കും എല്ലാവർക്കും ഒരേ അഭിപ്രായമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ ആർക്കെങ്കിലും എഴുതി ചേർക്കാൻ കഴിയുന്നതല്ലോ, നമ്മുടെ FIR അടിസ്ഥാനത്തിൽ വരുന്ന ഒന്നല്ലേ. Debate with Smriti Parathikkad.